എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അങ്ങനെ നമ്മുടെ +1 ക്രിസ്മസ് എക്സാം എത്തിയിരിക്കുകയാണ്. നിങ്ങൾ നല്ല രീതിയിൽ കൂടെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടറിയാം. കാരണം നമ്മുടെ ട്യൂഷൻ കുട്ടികളാണെങ്കിലും ഓൺലൈൻ കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യുന്നുണ്ടെന്നും മീൻസ് നല്ല രീതിയിൽ കൂടെയുള്ള കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെന്നുള്ളത് അവരുടെ ഓരോ സംശയങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. നമ്മൾ എന്നാലും നമ്മളിത് വലിയൊരു പ്രോജക്റ്റാണ്. 80 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും 60 മാർക്കിനെ നമുക്ക് നേടിയെടുക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അവരുടെ ചോയ്സുകളെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി മാക്സിമം മാർക്ക് ഓരോരുത്തർക്കും വാങ്ങുക എന്നുള്ളതും അത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴുള്ള സന്തോഷം അവരുടെ നിന്ന് കിട്ടുക, ഇതൊക്കെയാണ് നിങ്ങളുടെ മുന്നിലുള്ള വലിയൊരു വെല്ലുവിളി. അത് ചെറിയ കാര്യമല്ല. നിങ്ങളെക്കാളും കൂടുതൽ ഇത് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേരൻസാണ്. മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക. ഇതിൻ്റെ വെച്ചുകൊണ്ട് ഇനി സ്കൂളിൽ ചെന്ന് പേരൻസ് മീറ്റിങ്ങിന് സൈൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അവർക്കൊരു അഭിമാനം ഉള്ള രീതിയിൽ കൂടെ നിങ്ങൾ മാർക്ക് വാങ്ങിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സാണ് നിങ്ങൾക്കിപ്പോൾ തരുന്നത്. നമുക്ക് ഈ 12 ചാപ്റ്റേഴ്സിനെ ഞാനിവിടെ ഏകദേശം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്രിസ്മസ് എക്സാം എന്നുള്ള രീതിയിൽ കൂടെ ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് കൂടെ ഞാൻ തന്നേക്കുന്നത്. എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞ് വേണം പോകാൻ. നമ്മുടെ ഇതിനകത്ത് പല ചാപ്റ്റേഴ്സും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇല്ലയോ? അതെല്ലാ വർഷവും ഉള്ളതാണ്. അതും നമുക്ക് എല്ലാം ഈസി എന്നൊന്നും ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ ചിലരുണ്ട് എല്ലാം ഓക്കെയാണ്, അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം കണക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുമോ. നമ്മൾ ആദ്യം മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. എക്സാമിന് വരുന്ന രീതി നമുക്ക് 80 മാർക്ക് വരുന്ന രീതികളാണ് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം 4 മാർക്സ് ഉണ്ട്, 3 മാർക്സ് ഉണ്ട്, 6 മാർക്സ് ഉണ്ട്. 3 മാർക്സിൻ്റെ പറയുമ്പോൾ നമുക്ക് 3 മാർക്സിൻ്റെ 8 ക്വസ്റ്റ്യൻസ് വരും. എല്ലാവർക്കും അറിയാം അല്ലേ? 8 ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. നിങ്ങൾ പക്ഷേ എഴുതേണ്ടത് അതിനുള്ളിൽ നിന്നും 6 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ 6ൻ്റെ കണക്ക് വെച്ചുകൊണ്ടാണ് എഴുതുന്നത്. 3 × 8 നമുക്ക് എങ്കിൽ ഓക്കെ 24. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ 2 എണ്ണം ചോയ്സ് എടുക്കാം കേട്ടോ. 2 എണ്ണം അറിഞ്ഞില്ലേലും കുഴപ്പമില്ലെന്ന് പേടിക്കേണ്ട. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 4 മാർക്സിൻ്റെയും നമുക്ക് 8 എണ്ണം വരും. അപ്പം നമുക്ക് 32 ഉണ്ട്. പക്ഷേ അതിനുള്ളിൽ നിന്നും നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് കിട്ടുന്നത് 24 മാർക്ക് വരെ കിട്ടത്തുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ എഴുതിയാൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ 8 എണ്ണം എഴുതിയാൽ കിട്ടത്തില്ല. പരമാവധി ഏറ്റവും കൂടുതൽ മാർക്കുള്ള 6 എണ്ണത്തിനെ അവർ സെലക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് 6 മാർക്സിൻ്റെ 4 എണ്ണം ഉണ്ട്. നമുക്കത് 24 നിങ്ങൾക്ക് അതിനുള്ളിൽ നിന്നും 18 മാർക്ക് മാക്സിമം കിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 2 6 4 10 ശിഷ്ട 1 3 3 6 2 8 ഇങ്ങനെയാണ് നമുക്ക് 80 വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട്. ഇവിടെയും 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ ചോയ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 6 എണ്ണം എഴുതിയാൽ മതി, ഇവിടുന്ന് ഒരു 6 എണ്ണം എഴുതിയാൽ മതി, ഇവിടുന്ന് ഒരു 3 എണ്ണം എഴുതിയാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കൃത്യമാകണം. നമുക്ക് ആദ്യം 6 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സുകളൊന്ന് സെലക്ട് ചെയ്യാം. നമ്മുടെ ഇപ്പോഴത്തെ പബ്ലിക് എക്സാമിൻ്റെ മോഡലിൽ വരുമ്പോൾ 6 മാർക്കിൻ്റെ ഇതിനകത്ത് വരുന്ന ചാപ്റ്റേഴ്സുകൾ ശ്രദ്ധിച്ചോണം. ഒന്നാമത്തെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നോക്കിക്കേ ട്രിഗണോമെട്രി. ഓക്കെ, ഒന്നാമത്തെ 6 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 6 മാർക്സിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ഉള്ളതാണ് ട്രിഗണോമെട്രി. രണ്ടാമത്തേത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് വരുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മൂന്നാമത്തേത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നിലവിൽ 6 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സ് കൊണ്ട് ഉറപ്പുള്ളത്. പക്ഷേ നമുക്ക് പബ്ലിക് എക്സാം ആകുമ്പോൾ വേറെ ചാപ്റ്റർ അതിന് വരാനുള്ളത്. പക്ഷേ അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് വേറെണ്ണം സെലക്ട് ചെയ്തേ പറ്റൂ. എന്നോട്ടത്തിൽ ഒന്നുകിൽ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആവാം, ഇല്ലെങ്കിൽ കോണിക് സെക്ഷൻ ആവാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ട് റിലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം കൂടെ അഡീഷണലായിട്ട് 6 മാർക്സിന് വന്നിരിക്കും. ഓക്കെ, പിന്നെ 4 മാർക്സും 3 മാർക്സും ഒക്കെ വരുന്നത് ശ്രദ്ധിക്കേണ്ടത്. 4 മാർക്സും 3 മാർക്സും കൂടെ വരാൻ സാധ്യത ഉള്ളതാണ് സെറ്റ്സ്. അത് 3 മാർക്സിനും ഉണ്ടാവും, 4 മാർക്സിനും ഉണ്ടാവും. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അതും നമുക്ക് ഈ 2 സെക്ഷൻസിലും ഉണ്ടാവും. ഓക്കെ, പിന്നെ കോണിക് സെക്ഷനും അതേപോലെ തന്നെയാണ്. 4 മാർക്സും കാണും, 3 മാർക്സും കാണും. 3D ഒന്നും കാണാൻ സാധ്യത കുറവാണ് കേട്ടോ. 3D സാധ്യത നമുക്ക് ഒത്തിരിയൊന്നും കുട്ടികളെ എങ്ങും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒക്കെ ഫുൾ ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. കാരണം പലതും ഒന്നും എല്ലായിടത്തും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ പോർഷൻസിലുണ്ടെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഏകദേശം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സെറ്റ്സിനുള്ളിൽ നിന്നും ഏകദേശം ഒരു 7 മാർക്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സെറ്റ്സിനുള്ളിൽ നിന്നും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും ഏകദേശം 7 മാർക്സ് ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് ഇവിടെ ഒരു 4 മാർക്സ് ആക്കിക്കൊണ്ട് ഇവിടെ ഒരു 3 ആഡ് ആയിക്കൊണ്ടൊക്കെ അതിനെയൊക്കെ എങ്ങനെയൊക്കെ മാറ്റാം. ഓക്കെ, അത് ചിലപ്പോൾ 3Dക്ക് അതൊന്ന് 4 ചോദിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ ട്രിഗണോമെട്രി ഏകദേശം ഒരു 10 മാർക്കിൻ്റെ ഉണ്ടാവാം. കോംപ്ലക്സ് നമ്പേഴ്സ് 4 മാർക്കേ നമ്മുടെ പബ്ലിക് എക്സാമിനുള്ളൂ. ചിലപ്പോൾ അതേ കാണത്തുള്ളൂ, ചിലപ്പോൾ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനോട് ഉണ്ടായേക്കാം.
ലീനിയർ ഇൻഇക്വാലിറ്റീസും അതേപോലെ തന്നെ ഇപ്പോൾ 4 മാർക്സ് നമ്മൾ നോക്കിയാൽ മതി. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ചിലപ്പോൾ ഞാൻ പറഞ്ഞ് ഈ 7 എന്നുള്ള 10 ആകാം, ഇവിടുത്തെ 3 ഇവിടെ ആകാം. മനസ്സിലായല്ലോ? അതൊക്കെ അവരുടെ ആ ക്വസ്റ്റ്യൻ എല്ലാം ഒരേപോലെ ലെങ്തി ചാപ്റ്റേഴ്സ്. അതുകൊണ്ട് എവിടുന്നെങ്കിലും ഈ രണ്ടിടത്തു നിന്നൊക്കെ 10 മാർക്ക് എവിടുന്നെങ്കിലും വരാം. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 7 കാണത്തുള്ളൂ, ഇല്ല ഇവിടെ 10 ആണെങ്കിൽ അവിടെ 7 കാണുള്ളൂ. ബൈനോമിയൽ തിയറം അതേപോലെ തന്നെയാണ്. ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റിനെ കാണത്തുള്ളൂ. എന്തെങ്കിലും ഇവിടുന്ന് മാറി ഇനി ഇങ്ങോട്ട് ചിലപ്പം ഷിഫ്റ്റ് ചെയ്യുക, ഈ 3 മാർക്സ് ഇവിടെ കൊടുക്കാം. മനസ്സിലായി? അതൊക്കെ ആ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ, കാരണം ഇത് ക്രിസ്മസ് എക്സാം ആണ്, നമുക്ക് അതിൻ്റെ പാറ്റേൺ ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്ക് ഏകദേശം ധാരണ കിട്ടും. സീക്വൻസസ് ആൻഡ് സീരീസ് നമുക്കൊരു 7 മാർക്കിനുള്ള സാധ്യതയുണ്ട്. സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 6 മാർക്സ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിലും കൂടുതൽ ചോദിക്കാൻ എൻ്റെ തൊണ്ട്. ഓക്കെ, അതുമൊക്കെ ഇങ്ങനെ മാറി ഷിഫ്റ്റ് ചെയ്ത് വരാം. എന്തായാലും 6 മാർക്കിൻ്റെ ഉണ്ട്. നെക്സ്റ്റ് കോഡിംഗ് സെഷൻസ് നമുക്കൊരു 7 മാർക്കിന് 4ഉം 3ഉം ആകാം. 3Dക്കകത്തുനിന്ന് 4 മാർക്സ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഏറ്റവും കൂടുതൽ 10 മാർക്സ് വരെ വരാം, ഇല്ലെങ്കിൽ 9. അത് പബ്ലിക് എക്സാം ഓൾറെഡി 9 ഉള്ളതാണ്, ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചാപ്റ്റർ. പക്ഷേ എല്ലാവരും ഇന്ന് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ മാതിരിയായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി 6 മാർക്സിനെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഏകദേശം 6 മാർക്സിൻ്റെ വരുന്നത് എന്തായാലും സിംഗിൾ ക്വസ്റ്റ്യൻ 6 മാർക്സ് ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യന് 6 മാർക്ക് പാർട്ടായിരിക്കും. അത് ചിലപ്പോൾ 2 പാർട്ടാകാം, 3 പാർട്ടാകാം, അങ്ങനെയൊക്കെ ആയിരിക്കും. മിക്കവാറും 3 പാർട്ടൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 2 പാർട്ടിലൊക്കെ ഒതുങ്ങുന്നതായിരിക്കും 6 മാർക്സിൻ്റെ. പിന്നെ 4 മാർക്സിൻ്റെയൊക്കെ നമുക്ക് ഈ സീക്വൻസസ് ആൻഡ് സീരീസിനുള്ളിൽ 4 മാർക്സിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: സം ഓഫ് 3 ടേംസ് ഓഫ് എ GP ആൻഡ് ദെയർ പ്രോഡക്റ്റ് ഈസ്. അതൊക്കെ ചോദിച്ചാൽ 4 മാർക്സ് ഉറപ്പാണ്, ഇത്തിരിയേറെ ചെയ്യാനുള്ളതാണ്. പിന്നെ 7 + 77 + 777 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവന് അടിപൊളി ക്വസ്റ്റനാണ്. ഇങ്ങനെ എക്സാമിന് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, ഞാൻ വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ റെഡി ആയിട്ട് ആ ക്വസ്റ്റൻ വന്ന് ക്വസ്റ്റൻ പേപ്പറിന് മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കാം. കോഡിംഗ് സെഷൻ ആകുമ്പോൾ ഉറപ്പായിട്ട് എലിപ്സ് ആൻഡ് പരാബോള നിങ്ങൾ പഠിച്ചേരെ, എലിപ്സും പരാബോളയും പഠിക്കുക. 3D ആകുമ്പോൾ പിന്നെ നമുക്ക് ഒക്ടേനിനെ കണ്ടുപിടിക്കുക, ഏതെങ്കിലും ഡിസ്റ്റൻസിൻ്റേത് അത് വെച്ചുകൊണ്ട് അങ്ങോട്ട് പഠിക്കുക. നെക്സ്റ്റ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് കുറച്ചുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. അതൊക്കെ നമ്മൾ പബ്ലിക് എക്സാമിന് വെച്ചേക്കുക. ഭയങ്കരമായിട്ടുള്ള ചാപ്റ്ററുകൾ, അവനെയൊക്കെ നമ്മൾ വെറും ചെറിയ രീതിയിൽ കൂടെ കാണരുത്. അവൻ്റേതായിട്ടുള്ള പവറുണ്ട് അവന്, അപ്പോൾ അവനെ ആ രീതിയിൽ കൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാം പിന്നെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെറ്റ്സിനുള്ളിലാകുമ്പോൾ നമുക്ക് എന്തായാലും കോംപ്ലിമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ഉറപ്പാണ്. പിന്നെ തുടക്കത്തിൽ 3 മാർക്സിൻ്റെ നമ്മുടെ ഇൻ്റർവെലൊക്കെ ഉണ്ടല്ലോ, സബ്സെറ്റ്, അവരൊക്കെ. ഓക്കെ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഡൊമൈൻ ആൻഡ് റേഞ്ച്, റിലേഷനും. ഓക്കെ, അവിടെയാണ് അത് പഠിക്കേണ്ടത്. ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഏതെങ്കിലും 1 മാർക്കോ അത്രയൊക്കെ ചെറുത്. ട്രിഗണോമെട്രി ഫങ്ഷൻസ് ബേസ്ഡ് ഓൺ ഫോർമുലാസ്, അത് നിങ്ങൾക്ക് കുറേ അറിയാം, കുറേ ഉണ്ടെന്നറിയാം. ചിലർക്ക് പഠിച്ചേക്കുന്ന രീതികളിലുള്ള വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. കാരണം ഇത് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് പല രീതിയിൽ കൂടെയാണ്. അപ്പോൾ ചില ഏറെ ഫോർമുലാസുകൾ വെച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ചില ഈസി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭാഗ്യം പോലെയൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. അതങ്ങനെ കോംപ്ലക്സ് ആൻഡ് ബേസ് കുഴപ്പമില്ല. മൾട്ടിപ്ലിക്കേറ്റ്, ഇൻവേഴ്സും സ്റ്റാൻഡേർഡ് ഫോമിൽ A+IBയിലോട്ട് മാറ്റാനും. ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഒരു വേർഡ് പ്രോബ്ലം ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിരിക്കും. ഓക്കെ, മിക്കവാറും ഒരു കൊച്ചു ക്വസ്റ്റനും ഒരു വേർഡ് പ്രോബ്ലം കൂടെ 2 ക്വസ്റ്റൻ ഉണ്ടാവും. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിനുള്ളിൽ 2 ഉണ്ട്, പെർമ്യൂട്ടേഷൻ ഉണ്ട്, കോമ്പിനേഷൻ ചോദിക്കും. നമുക്ക് ഇതിനകത്ത് ഈ വേർഡ് പ്രോബ്ലം ഉണ്ട്, ഡയറക്റ്റ് ഇങ്ങനെ എന്നിലൊക്കെ തരുന്ന ക്വസ്റ്റൻ ഉണ്ട്, NC 5 അങ്ങനെയൊക്കെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റനും ഉണ്ടാവും. 2ഉം പ്രതീക്ഷിക്കാം. വേർഡിൻ്റെ ക്വസ്റ്റൻ ഉറപ്പായിട്ടും പഠിച്ചാണ്. വേർഡ് ഉണ്ടല്ലോ, ഹൗവിന് വേർഡ്സ് ക്യാൻ ബി ഫോം ഫ്രം ദ വേർഡ്. നമുക്ക് ഒരു വേർഡ് തന്നിട്ട് അതിനുള്ളിൽ നിന്ന് എത്ര വേർഡ്സിനെ ഫോം ചെയ്യാം, വവൽസുകൾ ഒരുമിച്ച് വരുന്നത് എത്രയാണ്, അല്ലാത്ത എത്രയാണ്, അങ്ങനെയൊക്കെ ഉള്ളത്. ലാസ്റ്റ് ബൈനോമിയൽ തിയറത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ പഠിക്കുക. x + 1/x ² 5 x² + 2/x ² 4 എക്സ്പാൻഡ് ചെയ്യാൻ പഠിക്കുക. 1/4 അങ്ങനെയുള്ള ആ എക്സ്പാൻഷനെ പഠിക്കുക. ഇത്രയൊക്കെയാണ് ഇവിടുന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഏകദേശം കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇത്രയൊക്കെ, ഒത്തിരി സമയമൊന്നും കളഞ്ഞിട്ടില്ല, കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു പ്രിവ്യൂ കിട്ടിയിട്ടുണ്ട്. അതായിരുന്നു ഉദ്ദേശം. ഓക്കെ, പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് കൊണ്ട് ജോയിൻ ചെയ്യാം. +1 ഫുൾ മാർക്ക് കിട്ടുന്ന മാത്സിൻ്റെ ക്ലാസ് അറിഞ്ഞുകൊണ്ട് മീൻസ് നല്ല രീതിയിൽ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം. അത് ഫുൾ മാർക്കായിരിക്കും. നെക്സ്റ്റ് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ള സംഭവമേ ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ അതിനിപ്പോൾ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.